അങ്ങനെ ഫൈനലി സ്ട്രെയിനർ തിങ്സ് ഇറങ്ങിയിരിക്കുകയാണ്. ഫൈനൽ സീസണായിട്ട് 5ാമത്തെ സീസണിലെ അവസാനത്തെ 8ാമത്തെ എപ്പിസോഡ് ഇറങ്ങിയിരിക്കുകയാണ്. സീരീസ് ഇങ്ങനെയെന്ന് വെച്ചാൽ എനിക്കിനി തോന്നുന്നില്ല ഇനി ഇതുപോലത്തെ ഒരു സീരീസ് ഇനി സ്ട്രെയിഞ്ചർ തിങ്സ് അല്ലാതെ വേറെ ഒരു സീരീസും വേറെ ഒരു ചാൻസിന് ഞാൻ കാണുന്നില്ല. അത്രയ്ക്കൊരു കിടിലൻ സീരീസ് തന്നെയാണ് സ്ട്രെയിനർ തിങ്സ് എന്ന സീരീസ്. ഓവറോൾ ഒരു റിവ്യൂ എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ 3 സീസൺ ഒന്നും പറയില്ല, അത്രയ്ക്കും കിട്ടിലായിട്ട് എൻഗേജിങ് ചെയ്താണ് ഫസ്റ്റത്തെ 3 സീസൺ പോയിരിക്കുന്നത്. അത്രയും കിട്ടിലായിട്ട് ഒരു ത്രില്ലിങ്ങും ഒരു എന്താ പറയുക ആ മിസ്റ്ററീസും അതെല്ലാം കിട്ടിലായിട്ട് തന്നെ പോയിട്ടുണ്ട്. 4ാമത്തെ സീസൺ വരുമ്പോഴത്തേക്കും 4ാമത്തെ സീസണിലെ എപ്പിസോഡിന് ഡ്യൂറേഷൻ കൂടുന്നുണ്ട്. അത് മാത്രമാണ് കുറച്ചൊന്ന് ഡ്യൂറേഷൻ കൂടി കുറച്ച് വലിച്ചു നീട്ടുന്ന എനിക്ക് തോന്നി. പിന്നെ പക്ഷേ അത് അവസാനം എത്തുമ്പോൾ സംഭവം വീണ്ടും കയറി വരുന്നുണ്ട്. അതും കൂട്ട് പിന്നെ ആ ഒരു ഇത് അവിടെ വെച്ച് തീർന്നു. പിന്നെ 5ാമത്തെ സീസൺ തുടങ്ങുമ്പോഴത്തേക്ക് 5ാമത്തെ സീസൺ എനിക്കൊന്നും പറയില്ല, കിഡിലായിട്ട് തന്നെ ഓരോ എപ്പിസോഡും അത്രയ്ക്കും കിഡിലായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. പിന്നെ ഒരു വിഷമം എന്ന് പറയുന്നത് സ്ട്രെയിനർ തിങ്സ് മൊത്തത്തിൽ തീർന്നു. ഇനി കാണാൻ പറ്റില്ലല്ലോ എന്നൊരു ഓർക്കുമ്പോഴുള്ള ഒരു ചെറിയ വിഷമമേ ഉള്ളൂ, അല്ലാതെ എന്താ പറയാൻ അത്രയേ ഉള്ളൂ. തീർന്നു എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമം വരുന്നു. ഇതിൽ ഓരോ ക്യാരക്ടറുമായിട്ടുള്ളൊരു ബോണ്ടിങ് അത് കിഡിലുമായിട്ട് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത്ര ഓരോ ക്യാരക്ടറും അങ്ങനെയാണ്, ഓരോ ബിൽഡിങ് വെച്ചാൽ ഓരോ ക്യാരക്ടർ അങ്ങനെയാണ് പുള്ളിക്കാരൻ എഴുതിയിരിക്കുന്നത്. അത് വെച്ചാൽ നമുക്ക് ഓരോരുത്തരോട്ട് ഒരു എന്താ പറയുക ഇഷ്ടം തോന്നും. അങ്ങനെയാണ് ഓരോ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. സ്റ്റീവായിട്ടാണ് മൈക്ക്, ജൊനാഥൻ, ആൻസി, ജിമ്മ്, ജോവിസ്, ലെവൻ, വില്ല്, അവരെ വെച്ചാൽ ഓരോ ക്യാരക്ടർ അത്രയും കിഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കോംബോയാണ് സ്റ്റീവ് ഡസ്റ്റ്. വെച്ചാൽ അത് അവർ ഓരോ ഫ്രെയിമിൽ വരുമ്പോൾ എന്താ പറയുക കിഡിലായിട്ടാണ് ആ ഒരു ക്യാരക്ടർ രണ്ടുപേരും ചെയ്തു വെച്ചിരിക്കുന്നത്. അത്രയും കിഡിലായിട്ടാണ് ഓരോ ക്യാരക്ടർ. വെച്ചാൽ അനാവശ്യമായിട്ട് ഒരു ക്യാരക്ടർ ഈ ഒരു സീരീസിൽ വരുന്നതെല്ലാം അതിനായിട്ടുള്ള ഈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വെച്ചാൽ ഓരോ സീസണും ഇങ്ങനെ പലവരും പല വഴിക്ക് പോകും, അവസാനം എല്ലാവരും ഒരുമിച്ച് എത്തും. വെച്ചാൽ പലവരും പല ടൈപ്പിൽ ഒരു കാര്യം അന്വേഷിച്ച് പല രീതി ഇറങ്ങും, പക്ഷെ അവസാനം എല്ലാവരും ഒരുമിച്ചെത്തും. അതാണ് ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത. എല്ലാ സീസണും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എൻഡിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് തോന്നില്ല ഈ ഒരു എൻഡിങ് അല്ല വേറൊരു എൻഡിങ് ഇതിന് കൊടുക്കാൻ പറ്റില്ല. അത്ര ഒരു മികച്ച ഒരു എൻഡിങ് തന്നെയാണ് സ്ട്രെയിനർ തിങ്സിൻ്റെ ഈ ഒരു 5ാമത്തെ സീസണിലെ 8ാമത്തെ തീർന്നിരിക്കുന്നത്. വെച്ചാൽ 2 മണിക്കൂറാണ് ഈ ഒരു എപ്പിസോഡ് വരുന്നത്. വെച്ചാൽ 1 മണിക്കൂർ ശരിക്കും ആക്ച്വലി ആ കഥയുള്ളൂ. ബാക്കിയുള്ള 1 മണിക്കൂർ എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിനെല്ലാം ശേഷം വെച്ചാൽ ഓരോരുത്തരുടെ ക്യാരക്ടറിന് ഇനി എന്ത് നടക്കും, അവരുടെ ക്യാരക്ടർ ട്രിപ്പ് ഇങ്ങനെ ഉണ്ട്, അതിൽ ഡീറ്റെയിൽ ബൈ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സീരീസിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതെനിക്ക് പേഴ്സണലി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. വെച്ചാൽ ഈ ഒരു സീരീസിന് പ്രോപ്പർ എൻഡിങ് വെച്ചാൽ എല്ലാം തീർന്നു. ആ ഒരു സീരീസിലെ വില്ലന്മാരെല്ലാം ഡെഡായി. ഇനി ഒന്നുമില്ല അവിടെ വെച്ചാൽ കിഡിലായിട്ടാണ് തീർത്തിരിക്കുന്നത്. ഇനി ഒന്നുമില്ല, അത്രയും കിഡിലൊരു എൻഡിങ്. വെച്ചാൽ ഓരോ ക്യാരക്ടറിൻ്റെ ആ ഒരു ഇനി എന്ത് നടക്കും വെച്ചാൽ നമുക്കിനി എന്ത് അവർ വെച്ചാൽ ചില സീരീസ് എന്ന് പറഞ്ഞാൽ ഇനി ഈ ഒരു ആ സീരീസ് തീർന്നു, ഇനി ഇവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതെന്ന് പറഞ്ഞാൽ നിർത്തുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഓരോ ക്യാരക്ടർ ഇനി അവർ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ക്ലൂ ഇട്ടിട്ടാണ് പോകുന്നത്. ഒന്നിനും വെച്ചാൽ എല്ലാത്തിനുള്ള ഒരു ആൻസർ ഈ ഒരു സീരീസ് പറഞ്ഞു പോകുന്നുണ്ട്. ഒന്നും പറയാതെ അവിടെ ഒന്നും നിർത്തിയിട്ടില്ല. ഫുൾ എല്ലാം എഴുതി ഒരു കുത്തിട്ട് നിർത്തി. അതിൻ്റെ അപ്പുറം ഇനി ഒന്നും കാണിക്കില്ല. അത്രയും കിഡിലായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അവരവസാനം ആ ഡോർ അടച്ച് പോകുന്നത് പോലെ എല്ലാം തീർന്നു, ഇനി ഈ സീരീസിലൊന്നുമില്ല. അങ്ങനെ സ്ട്രെയിനർ തിങ്സ് തീർന്നു. ആ ഒരു വിഷമത്തോടെ ഞാൻ നിർത്തുന്നു.